അപ്പോൾ ആ ഒരു സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ വേറൊരു ഇഷ്യൂ എന്താണെന്ന് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ അലുമിനിയം മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ചെന്ന് കഴിയുമ്പോൾ മൊത്തത്തിലൊരു മെറ്റലിൻ്റെ ഒരു സൗണ്ട്, ഒരു ക്രാക്കിംഗ് സൗണ്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സെറ്റ് ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജിപ്സം സീലിംഗ് ആണ് നല്ലത്. ഇല്ലെങ്കിൽ പക്ഷേ അതിലും ഉപരി എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വിൻഡോസ് ഒക്കെ മരത്തിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ ജർക്കിംഗ് ആണ് കൂടുതലും ഈ സൗണ്ട് ബാർ അത്യാവശ്യം നല്ല വോളിയത്തിൽ വെക്കുമ്പോഴത്തേക്കും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് ബാറിൻ്റെ കേസിൽ ഏറ്റവും പ്രിഫറബിൾ എൻ്റെ അഭിപ്രായത്തിൽ ജിപ്സം തന്നെയാണ്. അല്ലെങ്കിൽ മരത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിഫ്ലക്ഷൻ മെറ്റൽ ആയതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ കൂടുതലായതുകൊണ്ട് ആ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ആ ഫസ്റ്റ് സീലിംഗ് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ നേരിട്ട് നോക്കിയാൽ പോലും ഒരു മരത്തിൻ്റെ ചെയ്തതായിട്ടുള്ള ഫീലിംഗ് തന്നെ അതിൽ തോന്നുള്ളൂ. നമ്മൾ ടച്ച് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മരമല്ല, നമുക്ക് അലുമിനിയം അല്ലെങ്കിൽ മെറ്റൽ വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രാധാന്യം നമ്മൾ ഈ AC, ഒരു കാസറ്റ് AC വെച്ചുകൊണ്ട് അത് എന്തെങ്കിലും റിപ്പയറിംഗോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ആ വയറിനൊക്കെ പോയത് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭാഗത്തിൽ കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാമല്ലോ. അതാണ് പ്രധാനമായും ഇങ്ങനെയുള്ള സീലിങ്ങിൻ്റെ ഗുണം. പിന്നെ ഒരു കാര്യം, ആ പൊടിയുടെ ശല്യം വളരെ ഒരു കറക്റ്റ് പോയിന്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിപ്സം പൊട്ടിയടിക്കുമ്പോഴത്തേക്കും അറിയാം, വീട് പണി ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല പൊടിയായിരിക്കും വീട്ടിൽ നിന്നറിയാം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും ജിപ്സത്തിലേക്ക് പോകുമായിരിക്കും നല്ലത്. നമുക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് വേണം. സ്റ്റഡിയുടെ അത്രയും പ്രീമിയം ലുക്ക് ഇല്ല എങ്കിൽ പോലും ഏകദേശം ഓൾമോസ്റ്റ് അത്ര എത്തും. നമുക്ക് സ്ട്രോങ് ആയിട്ട് വേണം. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും അഴിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് അലുമിനിയത്തിലേക്ക് പോകുന്നതിലും തെറ്റില്ല. AC-യുടെ ഇതൊക്കെ വളരെ ഫിറ്റായി. പക്ഷേ ആ AC-യുടെ ഇതിൽ നിന്ന് ജസ്റ്റ് മുട്ടിക്കാതെയാണ് വെച്ചിരിക്കുന്നത്. കാരണം AC-യിൽ എന്തെങ്കിലും AC വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചക്കിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് സീലിംഗിലേക്ക് പതിക്കാതെ, കാരണം അല്ലെങ്കിൽ അതെല്ലാം കൂടി ഇളകും. അപ്പോൾ പ്രത്യേകം വേറെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ഗ്യാപ്പിട്ടാണ് AC-യുടെ താഴെ കാണുന്ന ആ വൈറ്റ് പാർട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓൾമോസ്റ്റ് ശരിക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകുകയാണെങ്കിൽ ജിപ്സമാണ് നല്ലത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫിനിഷിംഗ്. ഇതിൽ വൈറ്റ് കളർ ജസ്റ്റ് നമ്മളൊരു വൈറ്റ് കളർ വുഡൻ ഫിനിഷ് പോലെയാണ് അതിൽ സെക്കൻഡ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ജിപ്സം തന്നെ പോകാം. കുറേ കൂടെ നല്ല പ്രീമിയം ആംബിയൻസ് വേണമെങ്കിൽ വുഡൻ സീലിംഗിലേക്ക് തന്നെ പോകാം. ഇൻ ബിറ്റ്വീൻ നിൽക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതേപോലെ അലുമിനിയത്തിൻ്റെ ഇതിലേക്ക് പോകാം. പക്ഷേ ഇതേപോലെ നമുക്ക് JBL 1300 ബാർക്ക് വാങ്ങുവാണെങ്കിൽ നല്ല സൗണ്ട് വരുമ്പോഴത്തേക്കും ഒരു മെറ്റൽ ക്രീക്കിംഗ് സൗണ്ട് അതിലുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൂടാതെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും കുഴപ്പമില്ല. ഒരു 15 വർഷത്തേക്കൊക്കെയാണ് വാറണ്ടി പറയുന്നത്. ഈവൻ നമുക്ക് അഴിച്ചെടുത്ത് പിന്നെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ വെള്ളമൊക്കെ നനയുന്ന ഭാഗമാണെങ്കിലും ചൂടുള്ള ഭാഗമാണെങ്കിലും നമുക്ക് അങ്ങനെ പോകാം. ഒരു കാര്യം കൂടി വിട്ടുപോയി, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് കൂടി ഞാൻ കണ്ടിരുന്നു സീലിംഗിൻ്റെ. അതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ അത് ചൂടിനെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓപ്ഷനിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഐ എം സാറ്റിസ്ഫൈഡ്. അലുമിനിയത്തിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു 2 ലക്ഷം രൂപ നമ്മൾ 230 സ്ക്വയർ ഫീറ്റിൽ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ഹയർ സൈഡ് തന്നെയാണ്. പക്ഷേ ഡ്യൂറബിലിറ്റി കാര്യങ്ങളെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും ഓക്കെ എന്ന് പറയാം. കൂടുതൽ നമുക്ക് മുന്നോട്ട് ഉപയോഗിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. പിന്നെ മരത്തിൽ ഉപയോഗിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ, ചെതലിൻ്റെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ചെതലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെറ്റലായതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കോസ്റ്റ് കുറേയും കൂടി പൈസ മുടക്കാനായിട്ട് കുറച്ചും കൂടി കൈവശം ഉണ്ടെങ്കിൽ ആംബിയൻസിൽ മരത്തിൻ്റെ അത്രത്തോളം വരുന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ലുക്ക് ആൻഡ് ഫീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈസിലി.